ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതിയൊരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് സഭയിൽ നമ്മൾ ഓർക്കുന്ന ഒരു വിശുദ്ധനുണ്ട്, ജസ്റ്റിൻ ദ മാർട്ടിർ, രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഒരു വിഷയം നമ്മൾ ധ്യാനിക്കുന്നത് നല്ലതാണ്. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ വിജാതീയരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ, ക്രിസ്ത്യാനികൾ രഹസ്യമായിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ അവർ ചെയ്യുന്നത് ശിശുക്കളെ കൊന്ന് ഭക്ഷിക്കുന്നു എന്ന്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അത് തിരുത്തുന്ന ഒരു വ്യക്തിയായിട്ട്, അവരെ ശരിയായ അറിവിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ജസ്റ്റിനെ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ശിശുക്കളെ കൊന്ന് ഭക്ഷിക്കുന്നതാണോ വിശുദ്ധ കുർബാന? അല്ല. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ജസ്റ്റിൻ ദ മാർട്ടിർ, രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ പഠിപ്പിച്ചത് ഇപ്രകാരമാണ്. ഒരു പുരോഹിതൻ നിശ്ചിത പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ വചനത്തിൻ്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലും അവിടെ യേശുവിൻ്റെ ശരീരരക്തങ്ങൾ ലഭിക്കുന്നു. അതാണ് വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുക. അല്ലാതെ കുഞ്ഞുങ്ങളെ വധിച്ച് അവരുടെ മാംസം ഭക്ഷിച്ച് പുറത്തു വരുന്നതല്ല. കാണാൻ സാധിക്കും, യഹൂദർക്കിടയിൽ ഒരു തർക്കമുണ്ടായി. അത് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആ തർക്കത്തെക്കുറിച്ച് കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചനം സൂചിപ്പിക്കുന്നത് കാണാൻ പറ്റും. യോഹന്നാൻ 6-ാം അധ്യായം 52 മുതൽ അവർ ചോദിച്ചൊരു ചോദ്യം, ഇവരെങ്ങനെ അവൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ പറ്റും? അത് കേട്ടിട്ട് അവർക്കത് അംഗീകരിക്കാൻ പറ്റില്ല. അവൻ്റെ ശരീരം ഭക്ഷിക്കുക എന്നു അതെങ്ങനെ സാധിക്കും? അങ്ങനെ അവരുടെ ഇടയിൽ തർക്കമുണ്ടായി. മുമ്പോട്ട് വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, അവർക്ക് തർക്കമുണ്ടായി, ഇടർച്ചയുണ്ടായി, ഒത്തിരി പേര് അവനെ വിട്ടുപോയി. പിന്നീട് ഒരിക്കലും അവൻ്റെ പിന്നാലെ അവർ പോയില്ല, അവൻ്റെ അടുത്തേക്ക് പോലും വന്നില്ല. ഈ ഒരു കാര്യം അവൻ പഠിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് ഇടർച്ചയുണ്ടായി, അഭിപ്രായ വ്യത്യാസമുണ്ടായി, അവരവനെ വിട്ടുപോവുകയും ചെയ്തു. ഇങ്ങനൊരു കാര്യം ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ വിജാതീയരുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നപ്പോൾ അത് ശരിയായ അറിവ് അവർക്ക് പകർന്നു കൊടുത്ത ഒരു വിശുദ്ധനാണ് വിശുദ്ധ ജസ്റ്റിൻ ദ മാർട്ടിർ. നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. ഈ ഒരു വിശുദ്ധനോടൊപ്പം മറ്റു ചില വിശുദ്ധരെ കൂടി നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒന്ന് വിശുദ്ധ തോമസ് അക്വിനാസ്. അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചത് ഔട്ട് ഓഫ് നത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ഈ ദൈവത്തിന് ഒരു വസ്തുവിൻ്റെ അസ്തിത്വം മാറ്റാൻ ബുദ്ധിമുട്ടുണ്ടോ? അതിൻ്റെ സത്ത് മാറ്റാൻ ഇതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ഒരിക്കലുമല്ല. അപ്പം അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ നടക്കുന്നത് അപ്പത്തിൻ്റെ വീഞ്ഞിൻ്റെ സത്ത അത് മാറുന്നു. വിശുദ്ധ ജസ്റ്റിൻ പറഞ്ഞതുപോലെ തന്നെ കൂദാശയുടെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ, വചനത്തിൻ്റെ ശക്തിയാൽ ഈ ഒരു മാറ്റം അവിടെ വരുന്നു. അതുകൊണ്ടാണ് നമുക്ക് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പക്കഷ്ണമല്ല, വീഞ്ഞുതുള്ളിയല്ല. നമുക്ക് കിട്ടുന്നത് കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവുമാണ്. വിശുദ്ധ സിറിൽ അദ്ദേഹം പഠിപ്പിച്ച ഒരു കാര്യം, അദ്ദേഹം സൂചിപ്പിച്ച 1-2 കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ജീവിതത്തിൽ ഒരിക്കൽ പോലും നുണ പറഞ്ഞിട്ടില്ലാത്ത വ്യക്തിയാണ് യേശു ക്രിസ്തു. ഒറ്റയാൾക്കും അവനൊരു നുണ പറഞ്ഞതായിട്ട് സ്ഥാപിക്കാൻ പറ്റത്തില്ല, അവനൊരു പാപം ചെയ്തതായിട്ട് സ്ഥാപിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു. ഈ യേശു പറഞ്ഞൊരു കാര്യമാണ്, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് യേശു പറഞ്ഞൊരു കാര്യം, ദിസ് ഈസ് മൈ ബോഡി, ദിസ് ഈസ് മൈ ബ്ലഡ്, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. വിശുദ്ധ സിറിൽ പറയുന്നത്, നിങ്ങൾ എന്തിനാ തലയ്ക്കകത്ത് വെച്ച് ഇത് ഒരുപാട് ചിന്തിച്ച് അസ്വസ്ഥരാകുക? അങ്ങനെ ഒരു കൺഫ്യൂഷൻ, ആശയക്കുഴപ്പം വരുത്തേണ്ട കാര്യമുണ്ടോ? ജീവിതത്തിൽ ഒരിക്കൽ പോലും നുണ പറയാത്ത വ്യക്തി ഇങ്ങനെ പറഞ്ഞെങ്കിൽ അത് വിശ്വസിച്ച് ഏറ്റെടുക്കുകയല്ല ചെയ്യേണ്ടത്. അതാണ് ഈ വിശുദ്ധൻ സൂചിപ്പിച്ചത്. ഇനി അദ്ദേഹം സൂചിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട്. വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ യോഗ്യതയില്ലാതെ ചാവുദോഷത്തിൽ, മാരകപാപത്തിൽ നമ്മളത് ചെയ്യുമ്പോൾ സംഭവിക്കാവുന്ന ഒരു കാര്യം അദ്ദേഹം പറയുന്നത്, ദൈവദോഷം വരത്തക്ക രീതിയിൽ കുർബാന സ്വീകരണം നടത്തുമ്പോൾ അവർ ചെയ്യുന്നത് ദൈവത്തെയും പിശാചിനെയും ഒരേ സമയം സ്വീകരിക്കുന്നു. യൂദാസിന് സംഭവിച്ചത് എന്താണ്? അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ചാവുദോഷത്തിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കരുത് എന്നുള്ളത് വിശുദ്ധ സിറിൽ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. സഭ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഏതാനും ചില കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1323 പാരഗ്രാഫ് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ കൂദാശയാണ്. സ്നേഹം കിട്ടാനും സ്നേഹം നൽകുന്നവരായി മാറാനും നമ്മെ സഹായിക്കുന്നത് വിശുദ്ധ കുർബാനയാണ്. രണ്ടാമത്തെ കാര്യം, ഐക്യത്തിൻ്റെ അടയാളമാണ്. ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവർ ഒരു ശരീരമായി തീരാൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവം നമ്മെ ചേർത്ത് നിർത്തുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്, കുടുംബാംഗങ്ങളെ ആണേലും സമൂഹത്തിലുള്ളവരെ ആണേലും. മൂന്നാമത്തെ കാര്യം, ഉപവിയുടെ ബന്ധമാണ് വിശുദ്ധ കുർബാന. ഉപവി പ്രവൃത്തികൾ, സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ, അത് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത് വിശുദ്ധ കുർബാന. കുർബാന അർപ്പിക്കുന്നവർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ മനസ്സ് കാണിക്കണം. അത് ചെയ്തിട്ട് ബലി അർപ്പിക്കുമ്പോൾ ആ ബലി അവർക്ക് വലിയ അനുഭവമായി മാറും. അതുപോലെ തന്നെ പെസഹ വിരുന്നാണ് വിശുദ്ധ കുർബാന. ഇതെല്ലാം
വിശുദ്ധ കുർബാനയെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് 1323 പാരഗ്രാഫിൽ. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1210 കൂടി എടുത്താലോ അവിടെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കൂദാശകളും നമുക്ക് കൃപ നൽകുന്നു, പക്ഷേ വിശുദ്ധ കുർബാനയുടെ പ്രത്യേകത കൃപയുടെ ദാതാവിനെ തരുന്നു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ തന്നെ നമുക്ക് തരുന്നതാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം മനസ്സിലാക്കി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. വിശുദ്ധ തോമസ് അക്വിനാസ് അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം, ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെ സമ്മേളിക്കുന്ന ഒരു സമയമാണ് വിശുദ്ധ ബലിയർപ്പണത്തിൻ്റെ സമയം. ഇന്നലെ എന്ന് പറഞ്ഞാൽ കാൽവരി മലയാഗം, അതിൻ്റെ ഒരു തുടർച്ചയാണ് വിശുദ്ധ ബലിയർപ്പണം. ഇന്ന് കൃപയില്ലാതെ നമുക്കാർക്കും നന്നായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല, ഒരു ക്രിസ്ത്യാനിയാകാൻ പറ്റത്തില്ല. ആ കൃപ കിട്ടുന്നത് എവിടെയാണ്? വിശുദ്ധ കുർബാനയിൽ. നാളെ എന്ന് പറഞ്ഞാൽ സ്വർഗം, നമ്മുടെ ലക്ഷ്യം അതാണ്. ഇന്ന് വിശുദ്ധ കുർബാനയിൽ സ്വർഗത്തിൻ്റെ ഒരു മുൻ ആസ്വാദനം നമുക്ക് ലഭിക്കുന്നു. അതിൻ്റെ പൂർണ്ണത നമ്മൾ കൈവരിക്കുന്നത് സ്വർഗത്തിൽ എത്തുന്നതിലൂടെയാണ്. ഇതിനെല്ലാം സഹായിക്കുന്ന ഒരു കാര്യമായിട്ട് വിശുദ്ധ കുർബാനയെ കാണാൻ പറ്റും. വിശുദ്ധ പോളാറാമൻ മാർപ്പാപ്പ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ഇടവകയുടെ നെഞ്ചിടിപ്പാണ്, ആരാധനകളുടെ ആരാധനയാണ്. അത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. മാർഗരറ്റ് മേരി അലക്കോക്ക് ഇനി അവർ സൂചിപ്പിച്ച ഒരു കാര്യം, ഒറ്റ കുർബാന സ്വീകരണം പോലും നിങ്ങൾ മുടക്കരുത്. ഒറ്റ കുർബാന സ്വീകരണം പോലും. കുർബാനയ്ക്ക് ദിവസവും പോകാൻ പറ്റുമെങ്കിൽ പോകണം, വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യണം. അവർ പറയുകയാണ്, നമ്മുടെ ശത്രുവിന് നമ്മുടെ മേലുള്ള ശക്തി അതില്ലാതാക്കും. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കുർബാന സ്വീകരിക്കുന്നവരെ കണ്ടാൽ സാത്താന് പേടിയാണ്. അവന് നമ്മുടെ മേലുള്ള ശക്തി ഇല്ലാതാക്കുന്നതാണ് ദിവ്യകാരുണ്യ സ്വീകരണം. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് വിശുദ്ധ ബലിയെ പ്രണയിക്കുന്നവരായി മാറുവാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒരുമിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.